NH66 പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് വന്നിട്ടുള്ളത് മാഹി ബൈപ്പാസിലാണ്. മാഹി ബൈപ്പാസില് അണ്ടർപാസിന്റെ വർക്കുകളൊക്കെ നടന്നിരുന്നു. അണ്ടർപാസിന്റെ വർക്കുകൾ എത്രത്തോളം കഴിഞ്ഞിട്ടുണ്ട് എന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് അണ്ടർപാസ് കഴിഞ്ഞു വരുന്ന ഒരു ഭാഗമുണ്ട്. ഈ ഭാഗത്തുള്ള വർക്കുകൾ കണ്ടിട്ട് അണ്ടർപാസിന്റെ അടുത്തേക്ക് പോവാം. ഇവിടെ നമുക്ക് കാണാം മണ്ണ് ലെവൽ ചെയ്ത് ഇങ്ങനെ ക്ലിയർ ആക്കി വെച്ച ഒരു ഭാഗം കാണാം. ആ ഭാഗത്താണ് അണ്ടർപാസ് വരുന്നത്. അപ്പൊ അതിന്റെ തൊട്ട് മുൻവശത്ത് ഈ ഭാഗത്തുള്ള വർക്കുകളാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ഇവിടെ ഡ്രൈനേജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പുതിയ ഡ്രൈനേജ് ബോക്സ് ടൈപ്പ് അങ്ങനെ ഡ്രൈനേജിന് വേണ്ടിയിട്ടുള്ള ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ച് കാണാം. കണ്ടില്ലേ? അത് ഇനി കൂട്ടി യോജിപ്പിക്കാനൊക്കെ ഉണ്ട് അങ്ങനെയുള്ള വർക്കുകളൊക്കെ. അപ്പൊ നേരത്തെയൊക്കെ ഇവിടെ ടാറിങ് ഒക്കെ കഴിഞ്ഞൊരു ഭാഗമായിരുന്നു. അതിന്റെ മുകളിലാണ് അവർ വീണ്ടും ടാറിങ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളത്. അണ്ടർപാസിന്റെ ആ ഭാഗത്തേക്ക് ഇങ്ങനെ ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വീണ്ടും മണ്ണിട്ട് നിറച്ച് ഇവിടെ ക്ലിയർ ചെയ്ത് ഒരു ഭാഗമാണ് ഈ കാണുന്നത്. അപ്പൊ അവിടേക്ക് അങ്ങോട്ട് ഇങ്ങനെ ഒരു ചെറിയ താഴ്ചയൊക്കെ ഉണ്ട്. ആ ഭാഗത്തേക്ക് അങ്ങനെ ക്ലിയർ ചെയ്ത് കൊണ്ടുവരുന്നത്. ഇവിടെ ഫുൾ വർക്കൊക്കെ കഴിഞ്ഞൊരു ഭാഗമാണ്, നിങ്ങൾക്കറിയാം. അപ്പൊ നമുക്ക് മുൻവശത്ത് ആ ഭാഗത്ത് പോയി നോക്കാം. അവിടെയാണ് അണ്ടർപാസ് വരുന്നത്. അണ്ടർപാസിന്റെ വർക്കുകളൊക്കെ എത്രത്തോളം കഴിഞ്ഞിട്ടുണ്ട് നോക്കാം. അപ്പൊ നമ്മൾ അണ്ടർപാസിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അണ്ടർപാസ് കാണാം. അണ്ടർപാസ് അവിടെയാണ്. അപ്പൊ അതിന് മുന്നത്തെ ഈ ഭാഗത്ത് പുതുതായിട്ട് വീണ്ടും ഇവിടെ ഫിക്സ് ആൻഡ് സ്ലാബ് ഉപയോഗിച്ച് ഒരു വാൾ ഉയർത്തുന്നത് കാണാം. അതിന്റെ വർക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അണ്ടർപാസിന്റെ അതേ ഹൈറ്റിലേക്ക് മണ്ണ് ഇട്ട് ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വർക്കാണ് ഈ ചെയ്യുന്നത്. അതിനു വേണ്ടി ഇവിടെ ഫൗണ്ടേഷന്റെ ഭാഗത്ത് ഇവിടെ മെറ്റലൊക്കെ ചെയ്ത് ഉയർത്തി കൊണ്ടുവരുന്നത്. മെറ്റൽ കൊടുക്കുന്നത് വെള്ളമൊക്കെ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള വർക്കൊക്കെയാണ് ഇപ്പൊ ചെയ്യുന്നത്. ആ ഭാഗത്തൊക്കെ ഉയർത്തി കഴിഞ്ഞു ഫിക്സ് ആൻഡ് സ്ലാബ് ഉപയോഗിച്ച്. അപ്പൊ ഈ ഇവിടെ നേരത്തെ ചെയ്ത കോൺക്രീറ്റ് വാളാണ് ഇത്. അതിലും മുകളിലേക്ക് ഇനി ഈ സ്ലാബ് ഉയർത്തിയിട്ട് ഇവിടുന്ന് ഇതിന്റെ ഹൈറ്റ് കണക്കാക്കിയിട്ട് കൊണ്ടുവരാനുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടിയുള്ള വർക്കുകളൊക്കെയാണ് ചെയ്യുന്നത്. ഇവിടെ ഈ സൈഡിലേക്ക് വരുമ്പോൾ സർവീസ് റോഡിന്റെ ഭാഗത്തൊക്കെ ഇനി വർക്കുകൾ ചെയ്യാനുണ്ട്. ഡ്രൈനേജിന്റെ വർക്കുകൾ ചെയ്യാനുണ്ട്. ഇവിടുന്ന് മണ്ണൊക്കെ എടുത്ത് പോയത് കാണാം. നമുക്ക് കറക്റ്റ് ഭാഗത്ത് മാത്രമാണ് മണ്ണെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഡ്രൈനേജിന് വേണ്ടിയിട്ടുള്ള ഭാഗത്ത് മണ്ണ് എടുത്തിട്ടില്ല. ഇനി അതും കൂടെ കുറച്ചും കൂടെ ഇവിടുന്ന് എടുത്ത് ഡ്രൈനേജ് ഒക്കെ വരാനുണ്ട് എന്ന് തോന്നുന്നത്. അത്രയും ഭാഗത്താണ് കറക്റ്റായിട്ടാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പം ഇനി ഡ്രൈനേജ് കൂടെ വരികയാണെങ്കിൽ കുറച്ചുകൂടി വീതി കുറയാൻ സാധ്യതയില്ല. അപ്പോൾ കുറച്ചുകൂടെ ഈ ചുമരിന്ന് മണ്ണൊക്കെ എടുക്കാനുണ്ട് എന്നാണ് കണ്ടിട്ട്. അപ്പോൾ ഇതാണ് അണ്ടർപാസ്. അപ്പോൾ ഈ കാണുന്ന റോഡാണ് മാഹിയിലേക്കൊക്കെ പോകുന്ന റോഡ്. ഇതിന് ക്രോസ് ചെയ്തിട്ടാണ് ഈ അണ്ടർപാസ് വന്നിട്ടുള്ളത്, ചൊക്ലി ഭാഗത്തേക്ക് അങ്ങോട്ടുള്ളത്. അപ്പൊ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നത് ഇതുപോലുള്ള സിഗ്നൽ ലൈറ്റ് ആയിരുന്നു. ഒരു മണ്ടത്തരം എന്ന് പറയാൻ പറ്റുമോ? ഇത്രയും വലിയ എഞ്ചിനീയർമാരും ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടായൊരു പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്ത ഒരു വർക്കായിരുന്നു. അത് ഒഴിവാക്കിയിട്ട് വീണ്ടും ഇപ്പോൾ അണ്ടർപാസിന്റെ വർക്കാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഈ ഭാഗത്ത് ഒരു സിഗ്നൽ ലൈറ്റ് ഇവിടെ ഇതാ തൊട്ട് മുന്നിൽ തന്നെ. അപ്പൊ അതൊക്കെ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്, എടുത്തു മാറ്റിയിട്ടൊന്നുമില്ല. അപ്പൊ നമ്മൾ ഒരു 1.5 മാസം മുമ്പാണ് ഇവിടെ വന്നത്. അന്ന് കണ്ടതിൽ നിന്ന് വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പൊ മുകളിൽ സ്ലാബിന്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. അന്നേരം ഇതുപോലുള്ള ഈ കമ്പിയൊക്കെ പൊങ്ങി കിടക്കുന്ന രീതിയിൽ തന്നെയാണ്. വലിയ മാറ്റങ്ങളൊന്നും വന്നതായി കാണുന്നില്ല. അപ്പൊ സ്ലാബ് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സ്ലാബ് അടിച്ച് ഇനി കോൺക്രീറ്റ് ചെയ്യാനുള്ള സമയമെടുക്കും. അപ്പോൾ ഈ വഴി വരുന്ന വാഹനങ്ങൾക്കൊക്കെ വളരെ ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ട്. സർവീസ് റോട്ടിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത്. 2 സൈഡിലുള്ള സർവീസ് റോട്ടിലൂടെയാണ്. അതുകൊണ്ട് നല്ല ബ്ലോക്കുകളുണ്ട്. അപ്പോൾ ഞാൻ അണ്ടർപാസിന്റെ മറ്റൊരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. കാണാം, കണ്ടില്ലേ? ഈ കമ്പിയൊക്കെ പൊങ്ങി കിടക്കണേ. അന്നേരം ഇതുപോലെ ഇത്രയും ഭാഗത്ത് കമ്പി ചെയ്ത് വെച്ചതുപോലെ തന്നെ ആയിരുന്നു. അതിനുശേഷം ഇപ്പം അവർ തുടങ്ങിയിട്ടുള്ളത് സ്ലാബ് വാർക്കാൻ വേണ്ടിയിട്ടുള്ള വർക്കിന് വേണ്ടിയിട്ടുള്ള തൂണുകളൊക്കെ കൊടുത്ത് അതിൻ്റെ മുകളിൽ ഷീറ്റ് വർക്കൊക്കെ തുടങ്ങി. വളരെ സ്ലോവിലാണ് ഇത് ചെയ്യുന്നത്. കാരണം 1.5 മാസത്തിന് ശേഷമുള്ള മാറ്റങ്ങളാണ് ഇപ്പം നിങ്ങളെ കാണിക്കുന്നത്. അപ്പം ഇവിടെ ഫൗണ്ടേഷന് വേണ്ടിയിട്ടുള്ള മണ്ണൊക്കെ എടുത്ത് പോയത് കാണുന്നുണ്ട്. അവിടെ വർക്കൊന്നും ചെയ്യുന്നില്ല. ഇനി ഈ ഹൈറ്റിലേക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടും മണ്ണിട്ട് നിറച്ച് ഉയർത്തി കൊണ്ടുവരാനുള്ള ഒരു ഭാഗമാണ്. അതിനൊന്നും വർക്കൊന്നും തുടങ്ങിയിട്ടില്ല. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. വളരെ കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് ഉള്ളു, അതുകൊണ്ടാണ് പറയുന്നത്. എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. അപ്പോൾ ഇതാണ് ചൊക്ലി പോകുന്ന റോഡ്.
ഇതിനെ ക്രോസ് ചെയ്ത് മാഹിയിലേക്ക് പോകുന്ന റോഡിനാണ് ഈ അണ്ടർപാസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊന്നും നേരത്തെ ചെയ്യാതെ വർക്ക് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അവർ സിഗ്നൽ ലൈറ്റ് ഒഴിവാക്കിയിട്ട് ഇപ്പം അണ്ടർപാസിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് ഇതുവഴി ഇങ്ങനെ വാഹനങ്ങൾ അനൗൺസ്മെൻറ്റ് വാഹനങ്ങൾ ഇങ്ങനെ പോയതുകൊണ്ട് വീഡിയോ ഒക്കെ എടുക്കാൻ ചെറിയ ബുദ്ധിമുട്ടായി തോന്നി. അപ്പോൾ നമ്മളിങ്ങനെ നിർത്തി വെച്ച് ഇങ്ങനെ കുറച്ച് വാഹനങ്ങളൊക്കെ പോയതിൻ്റെ ശേഷമാണ് വീണ്ടും എടുക്കുന്നത്. ഇവിടെ കാണാം ഫുട്പാത്തിൻ്റെ വർക്കുകളൊക്കെ ഇനിയും നടക്കാനുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഇനി ഒരുപാട് വർക്കുകൾ ഇവിടെ ഇനി വരാനുണ്ട്. അതാ ഞാൻ പറഞ്ഞ നേരത്തെ ഇവിടെ കട്ട വെച്ചുള്ള വർക്കുകൾ, ഫിക്സ് സ്ലാബിൻ്റെ വർക്കുകളൊക്കെ ഇനി വരാനുണ്ട്. മണ്ണ് നിറച്ച് കൊണ്ടുവരാനുണ്ട്, ഉയർത്തി കൊണ്ടുവരാനുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുൻവശത്ത് പോയി നോക്കാം ആ ഭാഗത്തെ എന്തൊക്കെയാണ് വർക്കുകൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പഴയ മണ്ണ് നിറച്ചൊരു ഭാഗം തന്നെ ആയിരുന്നു തോന്നുന്നത്. അവിടെയൊക്കെ അതിൻ്റെ ഇവിടെ ഉണ്ടായിരുന്ന നേരത്തെ ഉണ്ടായിരുന്ന ഒരു വാളുണ്ടായിരുന്നു, ചെറിയൊരു വാള്, അതിൻ്റെ ഭാഗമൊക്കെ പൊളിച്ചെടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ കാണാം നമുക്ക് മണ്ണിൽ കുറേ ഷീറ്റുകളൊക്കെ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നൊക്കെ. അപ്പോൾ അങ്ങോട്ട് പോയി നോക്കാം ആ ഭാഗത്ത് എങ്ങനെയാണെന്ന്. അപ്പോൾ ഇതാണ് ലാസ്റ്റായിട്ട് ഒന്നുകൂടെ കാണിക്കുകയാണ് നമ്മുടെ മാഹി ബൈപ്പാസിൽ വന്നിട്ടുള്ള അണ്ടർപാസ്. കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇവിടെയും കാണാം നമുക്ക് മണ്ണ് നിറച്ച ഭാഗങ്ങൾ ഇങ്ങനെ ലെവൽ ചെയ്ത് കൊണ്ടുവരുന്നത്. ആ ഭാഗത്തൊക്കെയാണ് ഇപ്പോൾ ഹിറ്റാച്ചി അങ്ങനെയുള്ള കാറ്റ് പോലുള്ള വാഹനങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ കുറേ ഭാഗത്ത് മണ്ണ് കൂട്ടിയിട്ട് കാണുന്നുണ്ട്. ഇനി ഈ സൈഡിലൊക്കെ ഫിക്സ് ആൻഡ് സ്ലാബിൻ്റെ വർക്കുകൾ ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഈ ഭാഗത്ത് ഇവിടെ ഒന്നും ഫിക്സ് ആൻഡ് സ്ലാബിൻ്റെ വർക്ക് തുടങ്ങിയിട്ട് പോലും ഇല്ല. അവിടെ ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞൊരു ഭാഗങ്ങളൊക്കെ കാണുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ഇനി കട്ട വിരിക്കാനുള്ള വർക്കുകളൊക്കെ വരാനുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ അവിടെ ഇങ്ങനെ കട്ട വിരിക്കാനുള്ള ഭാഗങ്ങളിലൊക്കെ മെറ്റൽ ഇങ്ങനെ കിടക്കുന്നത് പോലെ കാണുന്നത്. അവിടെയൊക്കെ അങ്ങനെ ചെയ്യാനുണ്ട്. അവിടെ മുൻവശത്ത് മാത്രമാണ് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഭാഗത്ത് ഇതാ ഇവർ ഫിക്സ് ആൻഡ് സ്ലാബിൻ്റെ വർക്കുകൾ കാണുന്നുണ്ട്. അതിന് സഹായിക്കുന്നതിനുള്ള ഒരു ക്രെയിനാണ് അത് എടുത്തു വെക്കാനൊക്കെ പൊക്കി കൊടുക്കാനൊക്കെ ഉള്ള. അപ്പോൾ അത് ഉയർത്തി പഴയ റോഡും അതിൻ്റെ ആ ലെവലിലേക്ക് ഉയർത്തി കൊണ്ടുവരാനുള്ള വർക്ക്, മണ്ണ് ലെവൽ ചെയ്ത് കൊണ്ടുവരാനുള്ള വർക്കാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ആ ഭാഗത്തേക്ക് അത്രയും ഭാഗത്തേക്ക് മണ്ണിട്ട് ഉയർത്തി കൊണ്ടുവരാനുണ്ട്. ഈ ഭാഗത്തൊക്കെ ഇനി നിറയെ മണ്ണ് നിറക്കാനുള്ള ഒരു ഭാഗമാണ് കാരണം നമുക്കിങ്ങനെ. അപ്പോൾ ഇവിടെയൊക്കെ വർക്ക് കഴിഞ്ഞൊരു ഭാഗമാണ്, നിങ്ങൾക്ക് അറിയാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫുൾ വർക്ക് കഴിഞ്ഞൊരു ടോള് കൊടുക്കുന്ന ഒരു ഭാഗം കൂടെയാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. മാഹി ബൈപ്പാസിലും ടോള് വാങ്ങുന്നുണ്ട്, അതുപോലെ കോഴിക്കോട് ബൈപ്പാസിലും ടോള് വാങ്ങുന്നുണ്ട്. അപ്പോൾ കോഴിക്കോട് ബൈപ്പാസിലൊക്കെ ഇനിയും ഒരുപാട് വർക്കുകളുണ്ട്. മാമ്പുഴ പാലത്തിൻ്റെ അടുത്ത്, അറപ്പുഴ പാലത്തിൻ്റെ അടുത്ത്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ വർക്കുകൾ കഴിയാതെ തന്നെ ടോള് വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾ ആരോടും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നമ്മൾ സഹിച്ചിട്ട് പോവുക. അപ്പോൾ ഇവിടെ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ പോകുന്നത്. അപ്പോൾ ടോളൊക്കെ കൊടുത്ത് വരുന്ന വാഹനങ്ങളാണ് ഇവിടെ ക്യൂവിലൊക്കെ നിന്നിട്ടൊക്കെയാണ് ഇപ്പം പോകുന്നത്. ഇപ്പം കുറച്ച് വാഹനങ്ങൾ കുറവുണ്ട്, ചില സമയത്ത് നല്ല ബ്ലോക്ക് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഫിക്സ് ആൻഡ് സ്ലാബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ്റെ വർക്കിന് വേണ്ടിയിട്ടുള്ള മണ്ണ് ലെവൽ ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ പുതിയതായിട്ട് ഇതാ JCB ഒക്കെ വന്നിട്ടുണ്ട്. മണ്ണ് ഇതാ ഇവിടെ കൊണ്ടുവന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട്, സെറ്റാക്കി വരുന്നുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് മുൻവശത്തൂടെ ഒന്ന് പോയി നോക്കാം. നല്ല വെയിലാണ് കേട്ടോ. പറയുന്നതിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് വരാൻ സാധ്യത ഉണ്ട്, നമ്മളെ വായിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പിഴവുകൾ വരാൻ സാധ്യത ഉണ്ട്, അത്രയ്ക്കും ചൂടാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. വർക്ക് തുടങ്ങുന്ന ഈ ഭാഗത്തു നിന്നാണ്. ഇവിടെയൊക്കെ നമുക്ക് കാണാം വർക്ക് കഴിഞ്ഞ ഫുൾ വർക്ക് കഴിഞ്ഞ റോഡ്. ഈ റോഡിലായിരുന്നു അവർ വീണ്ടും വർക്ക് തുടങ്ങിയത്. ഇതാ സെൻറ്റർ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്ന ക്രാഷ് ബാരിയറിൻ്റെ ഭാഗത്തുള്ള കമ്പികളൊക്കെ എടുത്ത് മാറ്റിയാണ് വർക്കുകൾ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇവിടുന്ന് ഇത്രയും ഭാഗത്തേക്ക് അങ്ങോട്ട് മണ്ണ് നിറച്ച് അണ്ടർപാസിൻ്റെ ആ ഹൈറ്റിലേക്ക് ഉയർത്തി കൊണ്ടുവരാനുള്ളതാണ്. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഫിക്സ് ആൻഡ് സ്ലാബിൻ്റെ സ്ലാബൊക്കെ ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. സൈഡിൽ ഇട്ട് കൊടുക്കാനുള്ള മെറ്റൽ ഇവിടെ റെഡിയാണ്. അങ്ങനെ എല്ലാ സംഭവം ഇവിടെ റെഡിയാണ്. ഇനി ഇങ്ങനെ മണ്ണ് ഉയർന്ന് വരുന്നതിനനുസരിച്ച് സ്ലാബുകൾ ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കാറാണ്. അങ്ങനെയുള്ള വർക്കുകളാണ് ഇപ്പോൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഒരുപാട് പ്രവാസി സുഹൃത്തുക്കളൊക്കെ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ വളരെ ദൂരത്തു നിന്നൊക്കെയാണ് വരുന്നത്, കോട്ടക്കൽ, മലപ്പുറം. അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഇവിടെ എത്തിയത്.
നിങ്ങൾ തരുന്നൊരു കമൻറ്റിലൂടെയുള്ള ഒരു അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ വളരെ സന്തോഷമാണ്. അങ്ങനെയാണ് വീണ്ടും വീഡിയോ ഒക്കെ എടുക്കാനുള്ള ഒരു താല്പര്യം തോന്നിയത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ നാടിൻ്റെ വീഡിയോ, നാടിൻ്റെ ഭാഗത്ത് വർക്ക് ചെയ്യുന്ന ആളുകൾ, ഇവിടെയുള്ള ആളുകളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട്. ഇതാണ് നേരത്തെ പറഞ്ഞത്, ഈ സ്ലാബ് വെച്ചതിന് ശേഷം അതിൻ്റെ അരികിൽ ഇങ്ങനെ മെറ്റൽ ചെയ്ത് കൊടുക്കുന്നത് വെള്ളം ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടാണ്, തള്ളിപ്പോവാതിരിക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയുള്ള വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് മണ്ണ് ലെവൽ ചെയ്ത് ഒരുക്കി കൊണ്ടുവരുന്നുണ്ട്, ഫൗണ്ടേഷൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു സ്ഥലത്തെ പുതിയൊരു കാഴ്ചയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.